ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വർഗത്തിൽ നിന്നുള്ള തീ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 64 അധ്യായം 1-2 വാക്യങ്ങൾ. അയ്യോ, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളിക്കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തെളിക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മെ ഉണർത്താൻ ദൈവം നൽകിയ തിരുവെഴുത്തുകളുടെ ഒരു ഭാഗമാണ് യെശയ്യാവ് 64. ഈ അധ്യായത്തിലെ ഓരോ വാക്യവും പ്രാർത്ഥനാപൂർവ്വം വായിക്കുക. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് നിങ്ങൾ അനുഭവിക്കും. ഈ ശക്തമായ പ്രാർത്ഥനയെക്കുറിച്ച് ദിവസവും ധ്യാനിക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരുന്നത് നിങ്ങൾ കാണും. അയ്യോ, നീ ആകാശത്തെ കീറിക്കളയുന്നെങ്കിൽ, നീ ഇറങ്ങി വരുമെങ്കിൽ, നീ കാട്ടുമരത്തെ കത്തിക്കുന്നത് പോലെ, തീ വെള്ളം തിളപ്പിക്കുന്നത് പോലെ. വിശ്വാസത്തിന്റെ കണ്ണുകളോടെ യെശയ്യാവ് ആകാശം മുദ്രയിട്ടിരിക്കുന്നതും പിന്നീട് തുറന്നിരിക്കുന്നതും മുകളിൽ നിന്ന് തീ പുറപ്പെടുന്നതും കണ്ടു. ഇങ്ങനെയാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. യഹോവ ദൈവമാണെന്ന് ഇസ്രായേൽ ജനം അറിയേണ്ടതിന് ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീയ്ക്കായി പ്രാർത്ഥിക്കേണ്ടി വന്നു. ബൈബിൾ പറയുന്നു, സന്ധ്യായാഗം അർപ്പിക്കുന്ന സമയത്ത് ഏലിയാവ് പ്രവാചകൻ അടുത്ത് ചെന്ന്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും ഇതെല്ലാം ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെടുത്തണമേ എന്ന്. ഇത് 1 രാജാക്കന്മാർ 18 അധ്യായം 36 വാക്യത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗത്തെയും വിറകിനെയും കല്ലിനെയും പൊടിയെയും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളത്തെയും അത് വറ്റിച്ചു കളഞ്ഞു എന്ന് 1 രാജാക്കന്മാർ 18 അധ്യായം 38 വാക്യത്തിൽ കാണപ്പെടുന്നു. ആ ദഹിപ്പിക്കുന്ന തീയുടെ ഫലങ്ങൾ മഹത്വപൂർണമായിരുന്നു. കർമ്മേൽ പർവ്വതത്തിൽ നിന്ന് എല്ലാ ഇസ്രായേലും യഹോവയിലേക്ക് തിരിഞ്ഞു. യഹോവ അവൻ തന്നെ ദൈവം എന്ന് പ്രഖ്യാപിച്ചു. ബാലിന്റെ 450 പ്രവാചകന്മാരെ പിടികൂടി വധിച്ചു. ഇന്ന് ബാൽ എന്ന പേരിൽ ഒരു ദൈവമോ ഒരിക്കൽ അവനെ സേവിച്ച ഫിലിസ്ത്യരോ ഇല്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ജനതയിൽ അത്തരമൊരു പുതിയ സ്വർഗീയ അഗ്നി അഭിഷേകം വളരെ അത്യാവശ്യമാണ്. കർത്താവെ, ആകാശം കീറി ഇറങ്ങി വരണമേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവെ, പാപത്തിന് തൊടാൻ കഴിയാത്തതും പരീക്ഷകൾക്ക് അടുക്കാൻ കഴിയാത്തതുമായ ഒരു അഗ്നിജ്വാലയെ എന്നെ ആക്കണമേ എന്ന് നാം അപേക്ഷിക്കണം. പുരാതന കാലത്ത് സൊദോമിന്റെയും ഗൊമോറയുടെയും പാപങ്ങൾ സ്വർഗത്തോളം ഉയർന്നപ്പോൾ ആ നഗരങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് ആകാശത്തു നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ചു. ഇത് ന്യായവിധിയുടെ ഒരു തീയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തീ ശുദ്ധീകരിക്കാനും കത്തുന്ന ഒരു തീയുമായിട്ടാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവിനായി ജനതകളെ ഒരുക്കുന്ന ഈ വിശുദ്ധ തീ നമുക്ക് ആവശ്യമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം പുറപ്പാട് 9 അധ്യായം 23 വാക്യം. മോശെ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ യഹോവ തീയും കൽമഴയും അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. യഹോവ മിസ്രൈം ദേശത്തിന്മേൽ കൽമഴ പെയ്യിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 22, 23, 24 അധ്യായങ്ങൾ. വൈകുന്നേരം 2 കൊരിന്ത്യർ 8 അധ്യായം. ആമേൻ.